നമ്മള് നല്ല തിരക്കിലാട്ടോ. അപ്പൊ നമ്മളെ കാത്തിരുന്ന ആ ദിവസവും എത്തി. ഇന്നലെ ഇടാൻ പറ്റിയില്ല വീഡിയോ. ഇന്നലെ ഇവിടെ പെയിന്റിങ് ഫുള്ളാക്കി. അങ്ങനെ ആ പണി അങ്ങോട്ട് ഫിനിഷ് ആയിട്ടോ അവസാനിച്ചു. പെയിന്റിങ് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചതല്ലേന്നു. എന്നുവെച്ചാല് അത്രയും തിരക്കുള്ള ഒരാള് വന്നിട്ട് ഉച്ച വരെ പണിയിട്ടതിന് പകരം രാത്രി വരെ നേരത്തോട് നേരം ആ രാവിലെ വന്ന 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ എടുത്ത് നമ്മൾ അടുക്കള അങ്ങോട്ട് സൂപ്പറാക്കി തന്നു കേട്ടോ. അപ്പോൾ നാളെ അടിപൊളിയായിട്ട് നമ്മൾ പാല് കാച്ചാണ്. 4:30 സമയം പറഞ്ഞിട്ടുള്ളത് ഗണപതി ഹോമത്തിൻ്റെ. അപ്പോൾ പുലർച്ചെ ആ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമാണ് 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പാല് കാച്ചുന്നത്. ഒന്നും ഒഴിവിട്ടില്ല, എളുപ്പത്തിട്ടുള്ളൂ. ഇപ്പൊ നോക്കിയാ ഇവിടെ കിടക്കണത്. അപ്പൊ എല്ലാ സകലമായ സാധനങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ. സന്ധ്യച്ചിന്റെ കുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇവിടെ മൊത്തം എല്ലാ സാധനവും ഇവിടെ വാരി കൂട്ടി വെച്ചതാണ്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ ഒരു സാധനം കിടത്തുന്നില്ല അടുക്കളയ്ക്ക്. പിന്നെ അവിടെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി തുടച്ച് അവിടെ എല്ലാ പൂജാ സാധനങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ മെയിനായിട്ട് പറയണ്ട, നമുക്ക് നാളെ വെഡിങ് ആണ്. സമ്മാനൊക്കെ നമുക്കൊരു താത്ത അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സ്ഥിരം നമുക്ക് ഗിഫ്റ്റുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കണ മലപ്പുറത്തുനിന്ന് കോട്ടക്കന്ന് നമുക്ക് ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. നാളെ കാണിച്ചു തരാം. പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. പക്ഷെ എന്തൊക്കെ ഫോണിലൊരു ഓർഡർ എത്തി കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ആളാവുന്ന്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു സമയത്ത് നമുക്ക് ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നാളെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സന്തോഷം. പിന്നെ വേറെ ഒന്നും ഫസ്റ്റ് നമുക്ക് സാധനം എത്തിയിട്ടുണ്ട്, ഇവിടെ കാണിച്ചു തരാം. പിന്നെന്താ ഇതിനെ നടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ആകെ പൊടി വാരി കിടക്കുക. പിന്നെ അതാണ് നമ്മളെ സോഫയ്ക്ക് നല്ല അടിപൊളി കവർ തന്നെ എത്തിയിട്ടുണ്ട്. വേറെ അതുപോലെ നമ്മളെ സോഫയ്ക്ക് വേറെ അടിപൊളിയായിട്ടൊരു കവർ വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മാച്ചായി. ഇതിന്റെ അവിടെ അവിടെ കർട്ടൻ, ആ കർട്ടന്റെ ഒക്കെ മാച്ചായി. ടൈലുമയ്ക്കും നമ്മളെ ഫർണിച്ചറുമയ്ക്കും ജനലിന്റെ എല്ലാത്തുമ്മയ്ക്കും ഇപ്പൊ ഒരു മാച്ചായിട്ട് കോഫി കളറുള്ള സോഫന്റെ കവർ നമുക്ക്. അത് ഓല പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഒരു ചേർച്ചല്ല. നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് പഴച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് കറക്റ്റ് ഒന്നും കൂടി കറക്റ്റ് ആക്കണ്ട. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ ചെയ്താണത്. പക്ഷെ അന്ന് നമ്മളിത് കറുപ്പ് വെച്ചത് കണ്ടോ, ഇത് ശരിക്കും വെക്കാൻ അറിയാത്തോണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളിത് അതിനുള്ളിൽ സാധനം വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അതങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് വലിച്ച് ഇങ്ങനെ ഇനി വള്ളി കെട്ടാനുണ്ട്. കെട്ടിയിട്ട് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാം. അപ്പൊ നമ്മള് ഈ താത്താന്റെ കോണ്ടാക്ട് നമ്പർ ഒക്കെ നമ്മള് ഒരു വീട്ടില് പറഞ്ഞാള് പറഞ്ഞില്ലേ, ഒരു വീട്ടിലൊരു സംരംഭം ചെയ്യാനൊരു താത്ത. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ, വാങ്ങാൻ ഉദ്ദേശിക്കണവര് കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരട്ടോ. ഇപ്പൊ തിരക്കായതുകൊണ്ട് കണ്ടില്ല, ഫുള്ള് കിടക്കണായിക്കൂടെ ആകെ പരന്ന് കിടക്കണം. സ്റ്റെയറും കൂടെ നമ്മള് വെച്ച് വൃത്തിയോടാക്കിന്ന് തോന്നരുത്. കാരണം ഇപ്പത്തെ സാഹചര്യം കൊണ്ട് നമ്മൾ ആക്കിയതാണ്. ഇതെല്ലാം നാളത്തോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെതായ സ്ഥലത്ത് കൂടെ വെക്കും. നമ്മൾ എടുത്ത വർക്കും അടുക്കളയൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. എവിടേക്ക് പോകാൻ പറ്റാത്ത പോലാണ്. ആ റൂമിലും ഈ റൂമിലും എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചതാ. നമ്മളെ പാറുവിടെ ഇവിടെ പൂട്ടിട്ടാട്ടാലും കൂടുതൽ ഭയങ്കര തിരക്കിലായിട്ടോ പോയിട്ട് എല്ലാതും ഒന്ന് തലട്ട് നോക്കണേ. ഇനി സിന്ധ്യച്ചൊക്കെ വരാറുണ്ട്. സന്ധ്യച്ചി നിർത്തും, സിന്ധ്യച്ചി പുലർച്ചെ എത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയും അപ്പൂസും ഗണപതി ഹോമത്തിനുള്ള പ്ലാവിന്റെ വിറകില്ല, അത് അവിടെ അപ്പു കൊത്തിയെടുക്കുന്നുണ്ട്. അവിടേക്ക് പോയതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഫുള്ള് ഇറക്കുന്നൊക്കെ മാറ്റി ക്ലീൻ ആക്കാണ്ട്. ഇനി നാളെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ റാക്ക് ഇവിടെ പെയിന്റ് അടിച്ചിട്ട് ഒന്നുകൂടി. അപ്പൊ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തതാണ്. കുപ്പികളൊക്കെ ഇങ്ങോട്ട് മാറ്റി എണ്ണ ഇതെല്ലാം പിടിച്ചിരുന്നു. അതൊക്കെ എടുത്ത് ഒന്നുകൂടി കഴുകി പെയിന്റ് അടിച്ചതാണ്. അടുക്കള ഭാഗത്തേക്ക് നമുക്ക് നാളെ പോവാല്ലേ, അതല്ലേ ഇതിന്റെ ഒരു രസം. അവിടെ അടിപൊളി കിടക്കട്ടെ, നമുക്ക് നാളെ പോവാട്ടാണ്ട്. വത്തക്കൊക്കെ തിന്നിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ വെക്കുക അങ്ങോട്ടൊക്കെ ഇല്ലാതെ എവിടേക്കാ നീക്കണ്ടേന്ന്. ഞങ്ങൾ ഉച്ചക്ക് പോയതാണ്, സൂപ്പർ മാർക്കറ്റിക്ക് പോയി. പിന്നെ അല്ലാത്ത പലചരക്ക് കടയില്, പലചരക്കല്ല ഈ ചെലവൊക്കെ നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനറി. അപ്പൊ ചെരവ നമ്മളത് കേടായിരുന്നില്ലേ, ഇപ്പൊ വേറെ ഒരു ചെരവ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണിച്ചേരെ മരത്തിന്റെ ഇങ്ങനെ പിടിച്ചിരിക്കണ അങ്ങനത്തെ ചെരവയും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. കത്തി മുതലിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ പുതിയത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. ചേച്ചി അല്ലായിരുന്നു. പിന്നെ കിട്ടാനിട്ട് 1-2 സാധനം കൂടി കിട്ടാനുണ്ട്. അവന് സമയമല്ല കേട്ടോ. എന്താ അറിയോ, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ട്. കുടുംബക്ഷേത്രത്തില് രാവിലെ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോയി തിരുവാലി. പിന്നെ നമ്മളെ അമ്പലത്തിലേക്ക് ഇനി ഇപ്പോഴാണ് പോണത്, വൈകിട്ട്
അപ്പോൾ എന്തൊക്കെയോ പറയണ്ട ടീച്ചർ. ഒന്നാമത് നമുക്ക് ഭയങ്കര ഒരു തിടുക്കാണ്, ഒരു ആകാംക്ഷയാണ്. കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ ഇത്രയും കാത്ത് വീടായപ്പോൾ നമുക്ക് ഇനി അത്രയ്ക്ക് ഇങ്ങോട്ട് മനസ്സ് നിറഞ്ഞിട്ടില്ല. കാരണം നമ്മളെ അടുക്കളയും കൂടി ഇതെന്നാവുക, അയക്കും കൂടി ഒരു എന്നൊക്കെ എത്തിപ്പെടുക എന്നുള്ള ആ ഒരു ബേജാറും വെപ്രാളായിരുന്നു. അപ്പം അതും കൂടി അങ്ങോട്ട് പൂർത്തിയായപ്പോഴാണ് സമാധാനമായത്. അപ്പം ഞാൻ അതൊക്കെയാണ് ആവണം കേട്ടോ. അപ്പോൾ നമ്മളെ പാലാച്ചന് ആരൊക്കെ വരുമെന്നൊന്നും അറിയില്ല. ആരെങ്കിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കുറെ ആൾക്കാരെ കണ്ടു കേട്ടോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു എല്ലാം കാണുന്നുണ്ട്, പാലാച്ചൻ അല്ലേ നാളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്ന് നമുക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ചേച്ചിക്ക് ഒരു കപ്പിള വരാ കുറച്ച് വരില്ലേ? കുറച്ച് നേരം നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് കാണിക്കാം. ഇനിയിപ്പോ എന്താണ്? ഇനിയിപ്പോ എന്താ എത്ര സമയമായി? 5:30 നമ്മള് വൃന്ദാവനം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചുമരുമ്പ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് സൂപ്പർ അല്ലേ? കൊറേ ആള് പറഞ്ഞ പ്രകാരം തന്നെ ഇവിടെ വെച്ചത്. ചുമരുമ്പ തന്നെ വെക്കാം, സ്വിച്ച് ബോർഡിന്റെ മുകളിൽ തന്നെ വെച്ചാല് കാണാൻ അവിടെ നിന്നൊക്കെ കാണുമ്പോ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടേക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ഇങ്ങനെ തോന്നി, അത് ഞാൻ അങ്ങനെ വെച്ചതാണ്. എല്ലാരും വരട്ടെ കേട്ടോ. നമ്മൾ ഇന്നാള് വാങ്ങിയ ന്യൂട്ടന്റെ ഈ മാജിക് പറഞ്ഞ സാധനല്ലേ, ആ ഒരു സ്പ്രേ വെച്ചിട്ടാട്ടോ ഇപ്പൊ ഈ ഗ്യാസിന്റെ ഇത് പിടിച്ച സ്റ്റീലിമ പിടിച്ച ഈ കറകളൊക്കെ കളയുന്നത്. മതി 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 തുടക്കട്ടെ. അപ്പൊ ഞാൻ എന്താണെന്നറിയോ, ഈ കറ ഞാൻ കഷ്ടപ്പെട്ട് കമ്പിച്ചണ്ടി കേട്ടോ, കമ്പിച്ചണ്ടി വെച്ച് സോപ്പ് ആക്കിയിട്ട് ഉരക്കിയിരുന്നു. ഉരച്ചത് ആക്കുമ്പോഴാണ് ഇപ്പം എന്നോട് പറയുന്നത് അപ്പേ അപ്പം ആ സാധനം എടുത്തുകൂടെയെന്ന്. അത് ഒരു ഓർമ്മന്നല്ല, ബേജാറുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴുകിയിരിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇത് ഒരു വട്ടം ഞാൻ ചെയ്തു. പിന്നെ എനിക്കിത് ക്യാമറയിൽ കാണിക്കേണ്ടത് ഓർമ്മ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിന് കുറേയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഒറ്റ തുടക്കൽ തന്നെ കണ്ടോ വെളുപ്പിച്ച് വന്നത് കറുത്ത് കഴിഞ്ഞു. അവിടേക്ക് ഇവിടേക്ക് ചുമരൊക്കെ എടുക്കണ്ട, ആദ്യം ഗ്യാസ് തുടക്കട്ടെ. അപ്പം എന്താ വെച്ചാൽ ഇത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ഞങ്ങളത് മാജിക് സ്റ്റെയിൻ റിമൂവർ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഇത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ഇത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. ഇത് അവർ വന്നിട്ട് അവർ ഷൂട്ട് ചെയ്ത് പോയതാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് ഈ സ്റ്റീലിൻ്റെ ഈ സംഭവം മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളെ ചുമരുമുള്ള കറിയും എന്ത് സാധനം പെട്ടെന്ന് ഷൂ ഒക്കെ ഉണ്ടാവില്ലേ, ആ വെള്ള ഷൂ ഒക്കെ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോസിന്റെ ഷൂ എന്നൊക്കെ പോണത് അതുവയ്ക്ക് ഒന്ന് സ്പ്രേന്റെ ശേഷം ഈ സാധനം ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ റെഡിയാണ്, എടുത്തിട്ട് വന്നാൽ ഷൂ എടുത്തിട്ടോ. അപ്പൊ ഈ തുണി വെച്ചിട്ടൊന്ന് വരച്ചാൽ മാത്രം ഒന്ന് മെല്ലെ ഒന്ന് തുടച്ചെടുത്താൽ മതി, പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കൈമാക്കണേനും ഒക്കെ ആവണേനുള്ളൊരു സജ്ജീകരണമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടോ ഇതന്നെ ഇപ്പോൾ തിളങ്ങണം നോക്കിയേ, നല്ല കളർ വെച്ചില്ലേ. ഞാൻ ഒരു വട്ടം തുടച്ചതിൻ്റെ ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മ കിട്ടിയില്ല, അപ്പൂസാണ് പറഞ്ഞത് കാണിക്കാന്ന്. അപ്പം അങ്ങനെ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് നന്നാക്കട്ടെ. ഞാൻ വിചാരിച്ചിരുന്നു പാലാച്ചലാകുമ്പോഴേക്കിനും ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇത്രയും ചളി അവിടെ കാത്തു നിന്നത് കേട്ടോ. പുതിയ അടുക്കളയ്ക്ക് അപ്പോൾ ആകുമ്പോഴേക്കിനും ഗ്യാസിനെ അങ്ങോട്ട് കുളിപ്പിച്ചാണ്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പം ഇതും കൂടി ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം ചുമരിലേക്ക് എത്താനുണ്ട്. ചുമരിക്കൊക്കെ തെറിച്ചിട്ടുണ്ട്, മൊത്തം ഒന്ന് കഴുകിയെടുക്കണം. രാവിലെ എപ്പോഴാ വരാ? നമ്മൾക്കറിയില്ല എപ്പോഴാന്നല്ലേ, എപ്പോഴാ ഉണരുക അപ്പൊ വരും. അതിനെന്താ അർത്ഥാനാ? വീട്ടിൽ പറഞ്ഞത്തെ വിശേഷങ്ങൾ എന്തൊക്കെ? ഇപ്പോഴും പഴയ റേറ്റ് അതോ റേറ്റ് കുറഞ്ഞോ? വീണ്ടും കുറഞ്ഞിട്ടില്ല, കൂട്ടിയോ? അതെന്തേ? ത്രെഡിങ്ങിന് എത്ര? പിന്നെ ഓഫറിലുണ്ട്. നമ്മളൊരു എന്തോ പെരുന്നാളൊക്കെ അല്ല, പെരുന്നാളിന് ഓഫർ ഉണ്ട് നമുക്ക്. എന്റെ ജിമ്മിൽ വരുന്നേ നോക്കേ, എന്റെ ജിമ്മിൽ എന്റെ പെൺകുട്ടികളുടെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയണ കരുതി പറയണോ അവരോടെ. നമ്മളെ ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ, ഗേൾസിന്റെ നേരെ ഓപ്പോസിറ്റ് ബബില ബ്യൂട്ടി സ്പോട്ട്. മറക്കണ്ട അല്ലേ, പണി കൂടുമല്ലോ, പണി കിട്ടുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. കുറച്ച് നേരം കുറച്ച് നേരത്തൊന്ന് പോവാൻ നിൽക്കണം, അതാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയത്. അതൊക്കെ അതിന് ശേഷം പിന്നെ വരാം. അപ്പൊ അവര് പാട്ടടിക്കാം. ഇന്ന് ഡാൻസ് കളിക്കാറുണ്ട്, ഡാൻസ് കളിക്കാറില്ലെന്ന്. ആയിക്കുട്ടി വലിയ കുട്ടിയായോ? ഫോട്ടോ എടുക്കാൻ രണ്ടാളെ അതിന് പറ്റിയ സാധ്യതയല്ലേ.
അപ്പൊ ഇതാ സന്ധ്യേച്ചി വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം. ഇപ്പൊ സന്ധ്യേച്ചി കാര്യം കണ്ടില്ല. സന്ധ്യേച്ചി അടുക്കള കാണാൻ പോയതാണ്. അടുക്കള എല്ലാം ഇഷ്ടം ഇങ്ങനെ ആക്കിയിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാം? ഫുഡ് ഉണ്ടാക്കാണ്ട് സാമ്പാർ, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ്. സാമ്പാറുണ്ട്. ഇതിക്ക് പകരൊന്നുമില്ല. പകരം ഉണ്ടാക്കണം. അമ്മ കൊണ്ടുപോകണം കഴിക്കാനേ കൊളമ്പേ കൊണ്ടുപോകണേ അവിടെ കഴിക്കല്ലേ. പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേ ഭാവി? അപ്പൊ എല്ലാവർക്കും ബൈ കൊടുക്കാം. ബൈ ബൈ.